വചനമൊഴി ജനുവരി 21. വചനഭാഗം റോമ 15:14-21, യോഹന്നാന്റെ സുവിശേഷം 17:6-11. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ലോകത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി. അവർ അങ്ങയുടേതായിരുന്നു, അങ്ങ് അവരെ എനിക്ക് നൽകി. അവർ അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്തു. അങ്ങ് എനിക്ക് നൽകിയവയെല്ലാം അങ്ങിൽ നിന്നാണെന്ന് അവർ ഇപ്പോൾ അറിയുന്നു. എന്തെന്നാൽ അങ്ങ് എനിക്ക് നൽകിയ വചനം ഞാൻ അവർക്ക് നൽകി. അവർ അത് സ്വീകരിക്കുകയും ഞാൻ അങ്ങയുടെ അടുക്കൽ നിന്ന് വന്നുവെന്ന് സത്യമായി അറിയുകയും അങ്ങ് എന്നെ അയച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്തു. ഞാൻ അവർക്ക് വേണ്ടിയാണ് യാചിക്കുന്നത്, ലോകത്തിനു വേണ്ടിയല്ല. അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് ഞാൻ യാചിക്കുന്നത്. എന്തെന്നാൽ അവർ അങ്ങേക്കുള്ളവരാണ്, എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്. അങ്ങേക്കുള്ളവയെല്ലാം എന്റേതും, ഞാൻ അവയിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ഇനിമേൽ ഞാൻ ലോകത്തിലല്ല, എന്നാൽ അവർ ലോകത്തിലാണ്. ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. പരിശുദ്ധനായ പിതാവേ, നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവരെ അങ്ങേ നാമത്തിൽ കാത്തുകൊള്ളണമേ. ഈശോയിൽ സ്നേഹമുള്ളവരെ, മിശിഹായുടെ പൗരോഹിത്യ പ്രാർത്ഥന എന്നറിയപ്പെടുന്ന വചനഭാഗത്തു നിന്നുമാണ് നാം ഇന്ന് ശ്രവിക്കുന്നത്. എന്താണ് മനുഷ്യകുലത്തിനു വേണ്ടി ചെയ്തത് എന്ന് ഇന്നത്തെ സുവിശേഷത്തില് ഈ പ്രാർത്ഥനയിൽ ഈശോ വ്യക്തമായി പറയുകയാണ്. ഒന്നാമതായി ഈശോ പറയുന്നു, ഞാൻ അവിടുത്തെ നാമം ഇവർക്ക് വെളിപ്പെടുത്തി. എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം, ഏക സത്യദൈവത്തിന്റെ നാമം ലോകത്തിന് വെളിപ്പെടുത്തിയത് ഈശോയിലൂടെയാണ്, വചനത്തിലൂടെയാണ്. രണ്ടാമത് ഈശോ പറയുന്നു, അങ്ങ് നൽകിയ വചനം ഞാൻ ഇവർക്ക് നൽകി. വചനത്താലാണ് എല്ലാം സൃഷ്ടിച്ചത്, വചനത്താലാണ് എല്ലാം പരിപാലിക്കുന്നത്, വചനത്താലാണ് എല്ലാം രക്ഷിക്കുന്നത്. ഈശോ മിശിഹ വചനം ലോകത്തിന് നൽകി എന്ന് പറയുമ്പോൾ അവിടുന്ന് ജീവൻ നൽകുന്നു, അവിടുന്ന് പരിപാലിക്കുന്നു, അവിടുന്ന് രക്ഷിക്കുന്നു. ആ വചനത്തിന്റെ ശക്തിയിലും കർത്താവിന്റെ നാമത്തിന്റെ ശക്തിയിലും ശരണം വെച്ച് ജീവിക്കുവാൻ, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് അവിടുത്തെ വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ ഈ ലോകത്തിൽ ദൈവഹിതം നിറവേറുന്നു. ദൈവത്തെ ഈ ലോകത്തിൽ നൽകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ വിശുദ്ധിയോടെ ജീവിക്കുവാൻ, വിശ്വസ്തയോടെ ജീവിക്കുവാൻ, വിശ്വാസത്തിൽ ജീവിക്കുന്നവർ കൂട്ടായ്മയിൽ ജീവിക്കണമെന്നും ആ കൂട്ടായ്മയുടെ മാതൃകയായി പ്രത്യേക ദൈവത്തിന്റെ കൂട്ടായ്മയാണ് എന്നും സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധ തൃത്വത്തിന്റെ മാതൃകയിൽ കൂട്ടായ്മയിൽ ജീവിക്കുവാൻ, കൂട്ടായ്മയിൽ വളരുവാൻ നമുക്ക് കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.